നമസ്കാരം. ഇന്ന് ലോക നാടക ദിനം. നാടകത്തെ ജീവനായി ജീവിതമായി സ്വീകരിച്ച ഏവർക്കും കരുതലിന്റെ സ്നേഹാർപ്പണം. നാടകത്തിന്റെ ചൂരും ചൂടുമറിഞ്ഞ രണ്ട് നാടക പ്രവർത്തകർ ഇന്ന് നമ്മോട് ഹൃദയം തുറക്കുകയാണ്. KPSC ലീലയും KPSC ലീലാകൃഷ്ണനും. സ്ത്രീകൾ അരങ്ങിലെത്തിയാൽ അവരെ ആട്ടിയോടിക്കുന്ന കാലഘട്ടത്തിൽ നാടക നടിയായി വന്ന നാടക മുത്തശ്ശിയാണ് KPSC ലീല. മുടിയനായ പുത്രൻ, അശ്വമേധം, തുലാഭാരം, പുതിയ ആകാശം പുതിയ ഭൂമി, യുദ്ധകാണ്ഡം, കൂട്ടുകുടുംബം തുടങ്ങിയ നാടകങ്ങളിലുൾപ്പെടെ നിരവധി നാടകങ്ങളിൽ പ്രധാന വേഷങ്ങൾ ചെയ്ത നടി. നർത്തകിയിൽ നിന്ന് അഭിനേത്രിയിലേക്ക് KPSC ലീലയെ കൊണ്ടെത്തിക്കുന്നതിൽ തോപ്പിൽ ഭാസി എന്ന അതുല്യ നാടക മനുഷ്യന്റെ പങ്ക് വളരെ വലുതാണ്. നാടകം നൽകിയ കഴിവ് അഭ്രപാളികളിലും അഭിനയ മികവാക്കി മാറ്റുന്നതിൽ ഈ നടി വിജയിച്ചു കഴിഞ്ഞു എന്നതിന്റെ തെളിവാണ് അവരുടെ സിനിമാ ജീവിതത്തിലെ ഉയർച്ചയും വെളിവാക്കുന്നത്. അതോടൊപ്പം എടുത്തു പറയേണ്ട വ്യക്തിത്വമാണ് KPSC ലീലാകൃഷ്ണന്റേത്. RP പുത്തൂരിന്റെ പ്രിയപുത്രൻ. പിതാവിനെ പോലെ കഥാപ്രസംഗത്തിലൂടെ തുടക്കം. നിരവധി നാടകങ്ങൾ എഴുതി സംവിധാനം നിർവഹിച്ചിട്ടുള്ള RP പുത്തൂരിന്റെ വഴി പിന്തുടർന്ന് നാടകത്തിലേക്ക്. KPSCയുടെ ഒളിവിലെ ഓർമ്മകൾ, അശ്വമേധം, മുടിയനായ പുത്രൻ, പുതിയ ആകാശം പുതിയ ഭൂമി, കണിയാപുരം രാമചന്ദ്രന്റെ സബ്കോ സന്മതി ദേ ഭഗവാൻ, ലെനിൻ രാജേന്ദ്രന്റെ രാജാ രവിവർമ്മ, തിക്കോടിയന്റെ രാജയോഗം, ഫ്രാൻസിസ് D മാവേലിക്കര രചിച്ച പ്രമോദ് പയ്യന്നൂർ സംവിധാനം ചെയ്ത ഇന്നലകളിലെ ആകാശം, കേരളപുരം കലാമിനൊപ്പം അഭിനയിച്ച സഹനം, ഗാന്ധിഭവന്റെ നവോത്ഥാനം തുടങ്ങി നിരവധി നാടകങ്ങളിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള KPSC ലീലാകൃഷ്ണൻ തന്റെ കഴിവുകൾ സിനിമകളിലും പ്രകടിപ്പിച്ചു എന്ന് മാത്രമല്ല, ഗിന്നസ് ബുക്കിലും പ്രവേശിച്ചു കഴിഞ്ഞു. അനവധി നാടക അവാർഡുകളും അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. കലയുടെ ചക്രവർത്തിയായി വിശേഷിപ്പിക്കപ്പെടുന്ന നാടകത്തിന്റെ തുടിപ്പുകളെ ഒപ്പിയെടുക്കാൻ ഈ നാടകദിനത്തിൽ നമുക്കിവരെ കാണാം, കേൾക്കാം, ഇവരോടൊപ്പം കൈകോർക്കാം. നമസ്കാരം. ഇന്റർനാഷണൽ തിയേറ്റർ ഇൻസ്റ്റിറ്റ്യൂട്ട് 1961 ആരംഭിച്ച ഈ പ്രസ്ഥാനം, ഈ ദിവസം ഒരുപക്ഷെ ലോകത്ത് ഏറ്റവും അധികം ആളുകൾ ശ്രദ്ധിക്കുന്ന കലാകാരന്മാരുടെ ഏറ്റവും വലിയ ഒരു സംഘടന അവബോധം ഉണ്ടാക്കുന്ന ഒരു പരിപാടിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. നാടകമെന്ന് പറയുമ്പോൾ തന്നെ നാടിനകമാണ് നാടകമെന്ന് പറയാറുണ്ട്. ഈ കാറും കോളും ഒക്കെ നിറഞ്ഞ കടലിൽ കപ്പലിറക്കി പുതിയ തീരം തേടുന്നവരാണ് നാടകക്കാർ എന്നാണ് പറയുക. കാരണം നാടകത്തിന് ഒരുപാട് ദൗത്യമുണ്ട്. നാടകമെന്നൊരു കലാപമാണ്. ഈ കലാപകലുഷിതമായ ഇന്നത്തെ അന്തരീക്ഷത്തിൽ ഈ നാടകങ്ങൾക്ക് ഒരുപാട് പ്രാധാന്യമുണ്ട്. ഒരുപക്ഷെ സമൂഹത്തിൻ്റെ ബോധതലത്തിൽ വിപ്ലവകരമായ ചലനങ്ങൾ സൃഷ്ടിക്കാൻ കഴിഞ്ഞതൊക്കെ തന്നെ നാടകങ്ങളാണ്. അത്തരത്തിൽ സംസാരിച്ച് വരുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് KPSC തന്നെയാണ്. KPSC എന്ന് പറയുമ്പോൾ തന്നെ കേരള പീപ്പിൾസ് ആർട്സ് ക്ലബ്ബ് എന്നുള്ള അതിൻ്റെ ചുരുക്ക രൂപമായ KPSC അന്നും ഇന്നും കലാകാരന്മാരുടെ മനസ്സിലും അല്ലെങ്കിൽ കേരളത്തിൻ്റെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിയ ഒരു പ്രസ്ഥാനം കൂടിയാണ്. പുത്തൻ തലമുറയിൽപ്പെട്ടവരുടെ കൂട്ടത്തിൽ പെടുത്താവുന്ന ഒരാളെന്ന നിലയിൽ KPSC ഞങ്ങൾക്കൊരു നൊസ്റ്റാൾജിയായിരുന്നു. കാരണം നാടകം എന്ന് പറയുമ്പോൾ തന്നെ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന KPSC ആണ്. കാരണം നാടക ഗാനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ പോലും KPSC ഗാനങ്ങളായിട്ടാണ് കേൾക്കാറുള്ളത്. അതിൽ ഇന്നെനിക്ക് ഏറ്റവും സന്തോഷം തോന്നുന്നത് ഒരുപക്ഷെ ഇന്ന് ജീവിച്ചിരിക്കുന്നവരിലെ ഏറ്റവും വലിയ ഒരു കലാകാരി, ഒരുപക്ഷെ ഞങ്ങളൊക്കെ പണ്ട് കാലങ്ങളിൽ കേട്ടിട്ടുള്ള ഈ നമ്മുടെ പൂർവ്വസൂരികളായിട്ടുള്ള ഖാൻ ബായി ആണെങ്കിലും ജോൺസൺ മാഷ്, ജോസഫ് ഏട്ടനൊക്കെ, ഇങ്ങനെ അവരോടൊക്കെ അഭിനയിക്കാൻ ഒരു ഭാഗ്യം കിട്ടിയ ഒരാളാണ് ഞാൻ. അപ്പോൾ അന്നൊക്കെ ഈ ലീല ചേച്ചിയെ കുറിച്ച് ഇങ്ങനെ ധാരാളം പറയുമായിരുന്നു. KPSC ലീല, അത് കടപ്പാക്കടയാണ് താമസം എന്നൊക്കെ പറയുമായിരുന്നു. അപ്പോൾ ചേച്ചിയെ കാണുന്ന എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ്. ഈ കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ ഈ ഒരു പരിപാടി പങ്കെടുത്തപ്പോൾ 33 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അശ്വമേധം, പുന്നപ്ര, വയലാർ രക്തസാക്ഷി എന്നിട്ട് അഭിനയിച്ച് ആ ഒരു കാലഘട്ടത്തിൽ അത് കാണാൻ വന്ന 2 ഇരട്ട കുട്ടികൾ, അവരിന്ന് വലിയ പ്രതിഭകളാണ്. അന്ന് പോലെ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് അഭിനയിക്കുന്ന ഇന്ന് മാവേലിക്കര മണ്ഡലത്തിൽ നിന്ന് ജനവിധി തേടുന്ന അരുൺകുമാർ എന്ന് പറഞ്ഞ പയ്യനാണ്. അവന് പയ്യനായിട്ട് എനിക്ക് കാണാൻ പറ്റുള്ളൂ. കാരണം നമ്മുടെ വളരെ നിക്കറൊക്കെ ഇട്ട് സത്യനായിട്ട് അഭിനയിക്കുന്ന കൊച്ചുകുട്ടിയാണത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതല്ല, കാരണം നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഈ പറയുന്ന സമൂഹത്തിനെ മാറ്റിമറിക്കുവാൻ കലയ്ക്ക് കഴിയുന്നുണ്ട്. അതിനുള്ള എല്ലാ
സ്വരുക്കൂട്ടലുകളും ഈ നാടകത്തിലൂടെ മാത്രമേ ഉള്ളൂ. കാരണം അതിൻ്റെ സംഗീതമുണ്ട്, സാഹിത്യമുണ്ട്, അഭിനയമുണ്ട്, ചിത്രരചനയുണ്ട്, ചിത്രകലയുണ്ട്, എല്ലാം കൂടെ സമഞ്ജസമായി സമ്മേളിക്കുന്ന ഒരു വലിയ കലാരൂപമാണ് നാടകം. ആ നാടക പ്രസ്ഥാനത്തിലെ ഒരു റാണിയായിരുന്നു. ഒരു കാലഘട്ടത്തിലെ നമ്മളിന്ന് പണ്ടൊക്കെ ഷീലാമ്മ എന്നൊക്കെ പറയുന്ന പോലെ KPS വലിയൊരു താരമായിരുന്നു KPS ലീല എന്ന് പറയുന്ന ലീല ചേച്ചി. ഇന്നൊരു പക്ഷേ സിനിമയിലേക്ക് ഒരുപാട് തൻ്റെതായ ഇടം കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ പോലും ആ നാടകത്തിന്റെ ആ ഒരു തട്ടകം അതൊരിക്കലും വിസ്മരിക്കാവുന്നതല്ല. ഒരിക്കലും അല്ലേ? അതിന് ചേച്ചി നാടകം എന്ന് പറയുന്നത് ജനങ്ങളിൽ നിന്ന് നമുക്ക് നേരിട്ട് ഇങ്ങോട്ട് കിട്ടുന്ന പ്രതികരണങ്ങളാണ് അല്ലേ? അതെ അതെ. ഒരു കോമഡി പറഞ്ഞാലും ആ ഓഡിയൻസ് ചിരിക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് അഭിനയിക്കുന്നവർക്ക് വലിയൊരു ഉന്മേഷം അവർക്ക് അപ്പോൾ തന്നെ കിട്ടുകയാണ്. ഒരു ദുഃഖഭാവങ്ങളൊക്കെ നമ്മൾ അഭിനയിക്കുമ്പോൾ ഒത്തിരി നാടകങ്ങൾ കളിച്ച് നമ്മളങ്ങ് ടയേർഡായിരിക്കുമ്പോഴും ആ ദുഃഖമോ ഇന്നെങ്ങനെയെങ്കിലും അങ്ങ് കളിച്ച് തീർക്കാമെന്ന് വിചാരിക്കുമ്പോഴും ആ ഓഡിയൻസിന്റെ പ്രതികരണം നമുക്ക് വളരെ വേഗം നമുക്ക് കൂടുതൽ ഊർജത്തോട് കൂടിയിട്ട് അഭിനയിക്കാനുള്ള സാധ്യതയുണ്ട്. ഈ തുലാഭാരം കൂട്ടുകൂടുമ്പോൾ ഒക്കെ അതിൻ്റെ ഒരു അനുഭവങ്ങൾ നേരിട്ട് ജനങ്ങളിൽ നിന്ന് കിട്ടിയ അനുഭവങ്ങൾ എനിക്ക് ഒത്തിരി ഉണ്ടായിട്ടുണ്ട്. ഓഡിയൻസ് തന്നെ ഇങ്ങോട്ട് വിളിച്ച് പറയുന്ന രീതിയിൽ, അയ്യോ വരുതേ, കുഞ്ഞുങ്ങൾക്ക് ആ വിഷം കൊടുക്കുന്ന ഭാഗത്ത് ഞാൻ വിഷമെടുത്ത് ചോറിലിങ്ങനെ കുഴച്ച് വരുമ്പോഴേക്കും ഓഡിയൻസ് പറയാൻ തുടങ്ങും, അയ്യോ അരുതേ, അറിയാതെ അവരങ്ങ് പറഞ്ഞു പോകും. അത്ര സ്വാധീനം നാടകത്തിനുണ്ട്. പ്രത്യേകിച്ച് സഖാവ് തോപ്പിൽ ഭാസിയുടെ നാടകങ്ങളിൽ സ്ത്രീ കഥാപാത്രങ്ങൾക്ക് വളരെ പ്രാധാന്യമുണ്ടായിരുന്നു. വളരെയധികം എല്ലാ മേഖലയിലുമുള്ള സ്ത്രീകളുടെ എല്ലാ മേഖലയിലുമുള്ള വിഷയങ്ങൾ സഖാവ് തോപ്പിൽ ഭാസി വളരെ തന്മയത്തോടുകൂടി എന്ന് പറഞ്ഞാൽ ജനങ്ങളിലേക്ക് പച്ചയായ ജീവിതം പകർന്നു കൊടുത്തിട്ടുള്ള ഒരാളാണ് തോപ്പിൽ ഭാസി. തീർച്ചയായിട്ടും. അതെ അതെ അതെ. അതുകൊണ്ട് നമുക്ക് അവരുടെയൊക്കെ കൂടെ അഭിനയിക്കുക. അവരുടെയൊക്കെ ഒരുപക്ഷെ ഞാൻ ഇന്ന് ഇങ്ങനെയായി ഇങ്ങനെ ഇത്രയും അഭിനയിക്കാൻ വലിയ അഭിനയം എന്നല്ല ഞാൻ പറയുന്നത്, അഭിനയിക്കാനുള്ള ആ പ്രാപ്തി കിട്ടിയത് ആ കളരിയില് പഠിച്ചതുകൊണ്ടാണ്. എനിക്കത് ഇപ്പോൾ പൂക്കാല സിനിമയിലാണെങ്കിലും അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഡയറക്ടർ ഗണേഷ് വന്നിട്ട് ഹാസ്യന എങ്ങനെ എടുക്കുമെന്ന് നോക്കി ഞാനിങ്ങനെ വല്ലാതെ ചേച്ചി അത് പുഷ്പം പോലെ എടുത്തിങ്ങി തന്നല്ലോ. ഞാൻ പറഞ്ഞു, ഞാൻ പഠിച്ചത് സ്കൂളിൻ്റെ മേന്മയാണത് എന്നത് പറയാതിരിക്കാൻ വയ്യ. KPSC ആ ചിട്ടയായ അഭിനയ പഠനം അല്ലെങ്കിൽ അനുഭവങ്ങൾ നമ്മളെ ഇന്ന് ഈ നിലയിൽ എത്തിച്ച് നമുക്കൊരു സ്ഥാനം തന്നത് KPSC തന്നെയാണത്. എത്ര എടുത്ത് പറഞ്ഞാലും മതിയാവില്ല എന്നുള്ളതാണ്. ചേച്ചിയുടെ KPSCയിലേക്കുള്ള വരവ് അതെങ്ങനെയായിരുന്നു? ഞാൻ യഥാർത്ഥത്തിൽ ഒരു നർത്തകിയാകണം എന്ന് വളരെയധികം ആഗ്രഹിച്ച് അന്നൊക്കെ സിനിമ കണ്ട് അതിലെന്തെങ്കിലും ഒരു ഡാൻസ് ഉണ്ടെങ്കിൽ ഇങ്ങനെ വീട്ടിൽ വെറുതെ ഇങ്ങനെ ഇപ്പോഴും കൊച്ചു പിള്ളേരൊക്കെ ഇങ്ങനെ ഡാൻസൊക്കെ സിനിമ കണ്ടിട്ട് കളിക്കുന്ന പോലെ വെറുതെ കളിച്ചപ്പോൾ എൻ്റെ ചാച്ചന് തോന്നി ഇപ്പോൾ ഡാൻസ് പഠിപ്പിച്ചാൽ കൊള്ളാം. അച്ഛനൊരു പുരോഗമനവാദി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു വളരെ സജീവമായ പ്രവർത്തകനുമൊക്കെ ആയിരുന്നു. അങ്ങനെ അദ്ദേഹം എന്നെ ഡാൻസ് പഠിപ്പിക്കാൻ കൊണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അവിടെ നിന്ന് പിന്നെ ഞാൻ കലാമണ്ഡലത്തിൽ വന്നു, മോഹിനിയാട്ടം തുടങ്ങി. പിന്നെ ഗുരുകുല വിദ്യാഭ്യാസം പോലെ രാജരത്നം പിള്ള എന്ന് പറയുന്ന മാസ്റ്ററുടെ കീഴിൽ ഭരതനാട്യം പഠിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവിചാരിതമായിട്ട് പലരും വന്ന് മാസ്റ്ററുടെ ക്ലാസ്സിലേക്ക് കുട്ടികളെ ചേർക്കാനായിട്ട് വരും. അപ്പൊ അവരാദ്യം ചോദിക്കുന്ന മാസ്റ്ററുടെ കഴിവ് എങ്ങനെയുണ്ടെന്നും അളക്കാൻ വേണ്ടിയിട്ട് സ്റ്റുഡൻസിനെ കണ്ട് ഡാൻസ് ചെയ്യും. ഞാനും മോഹന തുളസിയും ആണ് മാസ്റ്ററുടെ സ്പെഷ്യലായിട്ടുള്ളത്. ഞങ്ങളെ കണ്ട് ഏതെങ്കിലും ഒന്നോ രണ്ടോ ഐറ്റം ഒക്കെ ചെയ്തില്ല. അത് അവർ കാണുമ്പോൾ അവർക്ക് തൃപ്തിയായിട്ട് കുട്ടികളെ കൊണ്ടു ചേർക്കും. അങ്ങനെ ആരോ വന്നോർക്ക് രണ്ടുപേരും വന്നു, ഞങ്ങളുടെ ഡാൻസ് ചെയ്യാൻ പറഞ്ഞു, ഡാൻസ് ചെയ്തു. അതിലൊന്ന് ഏരൂർ വാസുദേവായിരുന്നു. ഏരൂർ വാസുദേവിന്റെ വിജയാന്റണിയുടെ അവരുടെ ഒരു ട്രൂപ്പ് ഉണ്ടായിരുന്നു. അതിലേക്ക് ഒരു പ്രധാനപ്പെട്ട വേഷം ചെയ്യാനായിട്ടാണ് എന്നെ വിളിക്കുന്നത്. അന്ന് 10-14 വയസ്സേ ഉള്ളൂ. എനിക്കാണെങ്കിൽ പോകാൻ ഇഷ്ടമില്ല. ഇന്നത്തെ കാലത്ത് ഏതെങ്കിലും ഒരു കോഴ്സിന് ചേരാൻ മക്കളോട് പറഞ്ഞാൽ എനിക്കത് താല്പര്യമില്ല എന്ന് പറയും. അന്നത്തെ കാലത്ത് അങ്ങനെ പറയില്ല. അച്ഛൻ എന്ത് പറയുന്നാലും അത് അനുസരിക്കുന്ന ഒരു സ്വഭാവമാണ് അന്നത്തെ കാലത്ത്. അപ്പോൾ പോട്ടെ, അങ്ങനെ നാടകത്തിൽ കളിച്ച് തുടങ്ങിയത് ഞാൻ
അപ്പൊ ഏരൂർ വാസവന്റെ സത്യയിലായിരുന്നു അത് മുന്തിരി പി ജെ ആന്റണിയാണ് ഡയറക്റ്റ് ഡയറക്ഷൻ. മുന്തിരിച്ചാറിൽ കുറെ കണ്ണുനീർന്ന് പറയുന്നതിൽ നായികയായിട്ട് അന്ന് സാരി ഉടുക്കാനൊന്നും മാത്രം ആളായിട്ടില്ല, കയറൊക്കെ കെട്ടി അത് സാരി പിടിപ്പിച്ച് അങ്ങനെയാണ് ഞാൻ സ്റ്റേജിൽ കയറുന്നത്. ആ നാടകം ഒത്തിരി കളിച്ചില്ല. അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ ഡാൻസ് പഠിക്കും. എനിക്ക് ഡാൻസ് ആയിരുന്നു. എൻ്റെ ഡാൻസ് പ്രോഗ്രാമിനൊക്കെ ഷാഡോ ഗോപിനാഥിൻ്റെ കൂട്ടത്തിൽ അങ്ങനെ അതിലൊക്കെ എന്തോ എനിക്കറിയില്ല എങ്ങനെയാണ് ഞാൻ ഈ നായിക പദവിയിൽ നിൽക്കുന്നതെന്ന് എനിക്കറിയില്ല. ഡാൻസിലാണെങ്കിലും ഒക്കെ പ്രധാനപ്പെട്ട അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. അവിടെ നിന്ന് വീണ്ടും ചാച്ചൻ പാർട്ടിയുടെ ബന്ധം കണ്ടായിരിക്കണം ചാച്ചൻ പിന്നെ KPSC കൊണ്ടുപോകാൻ. അങ്ങനെ വിജയകുമാരിയുടെ ഓമാധാവിൻ്റെ വൈഫ് വിജയകുമാരിയുടെ പകരക്കാരിയായിട്ട് ഒരു ചെറിയ റോളിന് വരും. അപ്പോൾ എല്ലാവരും കണ്ടപ്പോൾ ഓർത്തുമ്പോൾ ഇതിനെ അഭിനയിക്കാനൊന്നും അറിയില്ല, എല്ലാം ഡാൻസേ അറിയുള്ളൂ. പിന്നെ അങ്ങ് പറഞ്ഞു വിട്ടേക്ക ഇത് വേണ്ട എന്ന് ഉള്ള ഭാവത്തിൽ നിൽക്കുമ്പോൾ BA ചേച്ചിയായിരുന്നു എന്നെ കണ്ടിട്ടുള്ള ഒരാൾ. BA ചേച്ചി അവിടെ ഡാൻസ് പഠിക്കാൻ വരുന്ന ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു. കൊച്ചിയിലുള്ള ബിയാട്രിസ്. BA ചേച്ചി പറഞ്ഞു ഇങ്ങനെ ഒരു അവിടെ മാസ്റ്റർ ഇല്ലാത്ത സമയത്ത് പറഞ്ഞു കൊടുക്കുന്നതൊക്കെ ഞാനായിരുന്നു. മാസ്റ്റർ ഇല്ലാത്ത സമയത്ത് എന്തെങ്കിലും അടവുകളൊക്കെ പറഞ്ഞത്. അങ്ങനെ BA ചേച്ചി പറഞ്ഞു ഇങ്ങനെ ഒരാളുണ്ട് കണ്ടിട്ടുണ്ടെന്ന്. ഇതൊന്നും എനിക്കറിയില്ല കേട്ടോ, അതൊക്കെ ഞാൻ വളരെ അടുത്ത കാലത്താണ് അറിഞ്ഞത്. അങ്ങനെയാണ് ഞാൻ KPSC-യിലും പിന്നെ PG ആന്റണിയുടെ ട്രൂപ്പിലും ഒക്കെ വരുന്നത്. ആദ്യം ചേച്ചി KPSC അഭിനയിച്ച നാടകമായിരുന്നു മുടിയനായിരുന്നു. അതിലേത് വേഷമായിരുന്നു? അതില് കളിക്കൽ ശാരദയുടെ ഒരു കൊച്ചു വേഷം. പക്ഷെ എനിക്കത് അന്ന് അഭിനയിക്കാൻ അറിയില്ല. സ്റ്റേജിൽ നിൽക്കുന്ന എല്ലാം ഡാൻസ് ബോക്സില് എന്താണ് എന്നൊക്കെ എടുത്ത് ചോദിക്കുന്നു. അത് ഡാൻസിന്റെ മുദ്രകളോട് കൂടിയാണെന്നൊക്കെ പറഞ്ഞ് എല്ലാരും കളിയാക്കി എന്നെ കിടക്കുന്നുണ്ട്. മാത്രമല്ല മാസ്റ്ററുടെ വീട്ടിൽ താമസിച്ചായതുകൊണ്ട് മാസ്റ്റർ എപ്പോഴും മുദ്രകൾ ഇങ്ങനെ പറഞ്ഞു തരികയും അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ അപ്പൊ അതിനോട് പറഞ്ഞു ഒരു ഡാൻസ് ഒന്ന് ചെയ്യാൻ പറഞ്ഞു BA ചേച്ചി. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ഇരിക്കുമ്പോൾ വെറുതെ ഒരു ഡാൻസ് ചെയ്തപ്പോൾ ഡാൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അതെന്നാ പിന്നെ ഇത് ശരിയാക്കാം എന്ന് പറഞ്ഞിട്ടാണ് എന്നെ അവിടെ നിർത്തുന്നത്. പിന്നീടാണ് പുതിയ ആകാശം പുതിയ ഭൂമി നാടകം വരും. അല്ല പുതിയ അത് എനിക്ക് പിന്നെ ഒരു ഡാൻസ് ചെയ്യുന്ന അപ്പൊ എനിക്ക് കുറച്ചുകൂടെ ഒരു സന്തോഷമായി. കാരണം ഡാൻസ് ചെയ്യാനൊരു അവസരം കിട്ടുക എന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ മോഹം. അതതിന് സാധിച്ചു. പിന്നെ ചേച്ചി തുലാഭാരത്തിലായിരുന്നു അല്ലേ? അശ്വമേധം പിന്നെ ശരശയ്യ. അശ്വമേധത്തിൽ ഏത് വേഷമായിരുന്നു? അശ്വമേധത്തില് സരളാന്ന് പറഞ്ഞിട്ട് സരോജത്തിന്റെ അനിയത്തിയായിട്ട്. പിന്നെ തുലാഭാരത്തിലാണ് കൂടുതലും അല്ലേ? കൂട്ടുകുടുംബം യുദ്ധകാണ്ഡത്തിനുണ്ടായിരുന്നു. എൻ ഗോവിന്ദൻകുട്ടി ഞാനും കൂടെ ജോഡിയായിട്ട്. നമ്മുടെ പഴയ സിനിമാ നടൻ ഗോവിന്ദൻകുട്ടി. എൻ ഗോവിന്ദൻകുട്ടി. എനിക്ക് തോന്നുന്നു അന്നത്തെ ആ ഒരു കാലഘട്ടത്തില് നമ്മുടെ ചിരപ്രതിഷ്ഠ നേടിയ കുറെ നടന്മാരുണ്ടായിരുന്നു. KP ഉമ്മർ അവിടെയായിരുന്നു. KP ഉമ്മർ, തിലകൻ, ഉണ്ണികൃഷ്ണൻ അവരുണ്ടായിരുന്നു. തബലിസ്റ്റായിട്ട് വന്നു. ശങ്കരാടി ഉണ്ടായിരുന്നു. ശങ്കരാടിയൊക്കെ മൂലധനം മുതലായിരുന്നു. മൂലധനം ഞാൻ കളിച്ചിട്ടുണ്ട്. മൂലധനത്തിൽ ഞാൻ 2 എടുത്തിട്ടുണ്ട്. പിന്നെ നബീസയുടെ റോള് ഉമ്മറിന്റെ മോളായിട്ട്. ഉമ്മർ അവിടെ വന്നിട്ട് നബീസ് ഒന്ന് വിളിക്കുമ്പോഴേ ഞാൻ ഞെട്ടിപ്പോകും. കാരണം പുള്ളിയുടെ ശബ്ദവും രൂപവും കൂടെ കൂടുമ്പോഴേക്കും അത്ര വല്ലാത്തൊരു മേക്കോറായിരുന്നു. ഈ അഭിനയിച്ചിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട നാടകമായിരുന്നു, മനസ്സിനോട് ചേർത്ത് വയ്ക്കാവുന്ന? തുലാഭാരം തന്നെയാണ്. തുലാഭാരം. സ്വർഗവാതിൽ പക്ഷി ചോദിച്ചു ഭൂമിയിൽ സത്യത്തിന് എത്ര വയസ്സായി. അതൊരു നല്ല അല്ലേ, വയലാറിന്റെ വളരെ പ്രസിദ്ധമായ ഒരു. അത് കഴിഞ്ഞ ദിവസം പാടിയിരുന്ന രവി വന്ന് ആ രാഗങ്ങളെല്ലാം വിസ്തരിച്ച് അത് പാടുകയൊക്കെ ചെയ്തു. KPSC ഞങ്ങൾക്ക് ഒരു ആദരവ് തന്നായിരുന്നു. അപ്പൊ അങ്ങനെ രവി പറയുമായിരുന്നു, ഞങ്ങൾ രണ്ടുമായിരുന്നു ജോഡി. ശരി. അല്ല, ഈ ജോൺസൺ മാഷും പിന്നീട് വരുന്നല്ലേ? അല്ല, ജോൺസൺ ഒക്കെ നേരത്തെ ഉണ്ടല്ലോ. ഞാൻ വരുന്നതിന് മുമ്പേ ഉണ്ട് ജോൺസൺ.
മാഷും ഈ ഖാൻബായി, ജോസഫിയേട്ടനെ, നമ്മുടെ അന്നത്തെ സാരഥി കൊച്ചുകുഞ്ഞുള്ള ചേട്ടനെ, ഇവരൊക്കെ ഇങ്ങനെ പറയും പഴയ കഥകളൊക്കെ. അപ്പോഴൊക്കെ ഈ ലീല ചേച്ചി എന്ന് പറയുന്ന ഒരു കഥാപാത്രം അതീവ സുന്ദരിയായ ഒരു പിന്നെ എന്താ പറയുക, ഈ നവയുവ കാമകോമള കളയബരി എന്നൊക്കെ പറയുന്ന പോലെ ഒരു നീണ്ടിടം പെട്ട കണ്ണോട് കൂടിയ സുന്ദരി എന്നൊക്കെ പറയില്ലേ. അപ്പൊ അത്തരത്തിലുള്ള വലിയ ഒരു കൺസെപ്റ്റിലാണ് ഇവരെല്ലാം പറഞ്ഞു വയ്ക്കുന്നത്. അപ്പൊ ഡാൻസിനെ കുറിച്ച് അപ്പൊ നമ്മൾ ഈ പലയിടങ്ങളിൽ ചെല്ലുമ്പോഴൊക്കെ KPSC നമ്മുടെ ലീലാമണി ചേച്ചി ഉണ്ടായിരുന്നു. ഏതാ മുക്കൂട് ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന കവിയുടെ ഭാര്യയായിട്ടുള്ള ഒരു വർഷങ്ങൾക്ക് ശേഷമാണ്, ചേച്ചിന് ശേഷമാണ്. അപ്പൊ അന്നേരമൊക്കെ ഈ ലീല എന്ന് പറയുന്ന ലീല ചേച്ചി കാണാനായിട്ട് ഞങ്ങളൊക്കെ ആഗ്രഹിച്ചിരുന്നു. ഏതാണ്ട് ഈ അടുത്ത കാലത്ത് നമ്മൾ കണ്ടുമുട്ടുന്നത് അതാണ് ഏറ്റവും വലിയ വിരോധാഭാസം. കാരണം ഇത്രയും അടുത്ത നമ്മൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും ചേച്ചി അന്ന് എനിക്ക് തോന്നുന്നു എറണാകുളത്തായിരുന്നു കൂടുതൽ സമയം അല്ലേ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ അന്വേഷിക്കുക. കാരണം ഞാനൊക്കെ ഈ അന്നൊരു വിദ്യാർത്ഥിയെ പോലെ, കാരണം ബിരുദ പഠനമൊക്കെ കഴിഞ്ഞിട്ട് അവിടെ വരുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ആള് ഞാന്. പിന്നെ നമുക്കൊരു അനുഗ്രഹം ഉണ്ടായ ഭാസി സാർ എന്ന് പറയുന്ന ഒരു വലിയ പ്രതിഭയെ, അദ്ദേഹത്തിന്റെ എന്താ പറയാ അനുഗ്രഹങ്ങൾ നമുക്ക് കിട്ടുന്നു. കേശവൻ പോറ്റി സാറിന്റെ ഒക്കെ അടുത്ത കക്ഷിയായിരുന്നു നമ്മള്. കാരണം അവിടെ ഈ KPSC റൂമിൽ വലിയ മരം നിപ്പുണ്ടല്ലോ, മാവില് ഈ മാങ്ങ പിന്നെ വിളഞ്ഞു വരുന്ന സമയത്ത് ഇതെല്ലാം കൂടെ പറിച്ചിട്ട് അന്ന് പോലീസ് സാർ ഓരോരുത്തർക്ക് മാറ്റി വെക്കും. ഒരു 500 മാങ്ങയുണ്ടെങ്കിൽ അത് തമ്പുരാൻ ഡോക്ടർക്ക് എത്ര മുറുക്കാനൊക്കെ മുറുക്കിയിട്ട് മറ്റേ ഇന്ന ആൾക്ക് ഇത്ര, ഭാസ്കരുടെ വീട്ടിലേക്ക് ഇത്ര കൊണ്ടുപോകണം. ഇയാൾ വന്നാലും കൊണ്ടുപോയില്ല ഈ സാധനം അവിടെ ഇരിക്കും. അതിങ്ങനെ പുഴുത്ത് നാശമായി പോയാലും സാറാർക്ക് കൊടുക്കില്ല, പറഞ്ഞ ആൾ തന്നെ കൊണ്ടുപോകണം. അപ്പൊ ഇങ്ങനെ അപ്പൊ അന്ന് സാറിന്റെ കൂടെ നിൽക്കുന്ന ഒരാളായിരുന്നു ഞാൻ. അതുപോലെ പിന്നെ ദേവരായ മാഷ് ഈ റീമ്യൂസിക് ചെയ്യാനൊക്കെ വരുമ്പോഴും പിന്നെ രാജയോഗം നാടകം ഉണ്ടല്ലോ, ചേച്ചി വളരെ വർഷങ്ങൾക്ക് ശേഷമാണ്, തിക്കുടിയന്റെ നാടകമാണ്, ഗോപിനാഥ് കോഴിക്കോട് സാർ സംവിധാനം ചെയ്തത്. അപ്പൊ അതിൽ അഭിരാമനായിട്ടാണ് ഞാൻ അഭിനയിച്ചത്. ശാന്തേശി ഉണ്ട് അതിനകത്ത്. അപ്പൊ അങ്ങനെയൊക്കെ ഒരു നല്ല പ്ലേ ആയിരുന്നു അത്. അപ്പൊ ആ നാടകം ചെയ്യാൻ വേണ്ടി, അപ്പൊ സംഗീതം ചെയ്യാൻ വേണ്ടി മാഷ് വരുമ്പോ കൂട്ടുകിടപ്പിന് എന്നെ വിടുന്നത് പട്ടാണിപ്പറമ്പിലേക്ക്. പട്ടാണിപ്പറമ്പ് നമ്മുടെ ഒരു ഞാൻ ഓർമ്മിക്കാറുണ്ട്. പിന്നെ ഞാൻ അങ്ങ് മൂവാറ്റുപുഴയെന്നല്ലേ വരുന്നത്. അപ്പോൾ വളരെ ദൂരെ നിന്ന് വരുന്നത് കൊണ്ട് ചിലപ്പോൾ 2 ദിവസത്തെ അവധി കഴിഞ്ഞിട്ടായിരിക്കും നാടകം ഉണ്ടാവുക. അപ്പോൾ ഞാനോ ലളിതയൊക്കെ ഉണ്ടെങ്കിൽ ലളിത അങ്ങ് പോകും, ചങ്ങനാശ്ശേരിയിലായിരുന്നു. അടുത്ത സുഹൃത്തായിരുന്നു. അതെ അതെ. അങ്ങ് പോയി കഴിയുമ്പോഴേക്കും ഞാൻ ഒറ്റയ്ക്കാവുമ്പോൾ എന്നെ പട്ടാണിപ്പറമ്പിലേക്ക് കൊണ്ടുപോകും. അവിടെ പോയിട്ട് അവിടെ നമുക്ക് പിന്നെ ഒരു സ്വന്തം വീട് പോലെയുള്ള സ്വാതന്ത്ര്യം സഹവാസം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെയായിരുന്നു ഗോപികൃഷ്ണപിള്ള. ടോപ്പിയാണെങ്കിൽ 2 ദിവസമൊക്കെ ഉണ്ടെങ്കിൽ ഭദ്രയോട് പറഞ്ഞിട്ട് എന്നെ വേഗം അങ്ങോട്ട് മരിച്ചുപോയി. ഞാൻ പോയിരുന്നു. നമുക്കൊരു എനിക്കുണ്ടായ ഒരു ഗുണം പറയാം, ചേച്ചിക്ക് ഒരു വലിയ എന്താ പറയാ ഈ ജീനിയസുകളായിട്ടുള്ള ഈ പ്രതിഭകളുടെ ഒക്കെ അഭിനയിക്കാനുള്ള ഭാഗ്യം സിദ്ധിച്ച ആളാണ് ഞാൻ. ഈ പുതിയ തലമുറയിൽപ്പെട്ട ആളിൽ എനിക്ക് അങ്ങനെ ഒരു അനുഗ്രഹം ഉണ്ടായെന്ന് പറയാം. ഇവരോട് ഏറെക്കുറെ ആൾക്കാരോടൊക്കെ അടുത്ത് സഹകരിച്ചുകൊണ്ട് അഭിനയിക്കാൻ കഴിഞ്ഞു. ഒരു വലിയ ഭാഗ്യം. പിന്നെ ഈ പലരും ഈ നാടകത്തിന്റെ ഒരു കൾച്ചർ തന്നെ മാറിയല്ലോ. പണ്ട് ഈ സമ്പത്തിന് വേണ്ടി മാത്രമല്ല, നമുക്കൊരു ആശയപ്രചരണമുണ്ട്, നമ്മുടെ മനസ്സിന് ഇഷ്ടപ്പെട്ടതാണ് നാടകം. അപ്പൊ ഈ സാമൂഹ്യ നവോത്ഥാനമൊക്കെ കൊണ്ടുവരണമെങ്കിൽ നമുക്ക് ഒരുപാട് സംഗതികൾ അതിന് ആവശ്യമാണ്. അപ്പൊ അതിനൊക്കെ വേണ്ടി ഡെഡിക്കേഷൻ ഉണ്ടായിരുന്നു അല്ലേ? പക്ഷെ ഇന്ന് നമുക്കതില്ല. സത്യമല്ലേ? പണ്ട് KPSC നമ്മൾ ചെല്ലുമ്പോഴത്തേക്കും ഒരു വല്ലാത്തൊരു ഗൃഹാതുരത്വമായ ഒരു ഓർമ്മകളാണ്. KPSC എന്ന് പറയുന്ന ഞാൻ KPSC വന്നതിന് ശേഷമാണ്, എനിക്കൊന്നും അറിയില്ല KPSC കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി നാടകങ്ങളെന്ന്. ഭാഷയുടെ നാടകം എന്ന് പറഞ്ഞാൽ ഒരു വലിയ സ്വീകാര്യതയായിരുന്നു ജനങ്ങൾ. അത് നിങ്ങൾ തന്നെ കമ്മ്യൂണിസ്റ്റാക്കിയൊക്കെ നാടകങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആ ജനമുന്നേറ്റത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം തന്നെ നിങ്ങൾ തന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്നുള്ള നാടകമാണ്. വളരെ നല്ല സന്ദേശങ്ങൾ നൽകാൻ ആ ഒരു കാലഘട്ടത്തിൽ. കാരണം ഇപ്പൊ തന്നെ നമ്മൾ ഈ വലിയ പുരോഗമനം പറയുമ്പോഴും ഈ കലയെന്ന് പറയുന്ന സംസ്കരണത്തിന് വേണ്ടിയുള്ളതാണല്ലോ. മാനസികമായ ഒരു സംസ്കരണവും ഈ കരണങ്ങളുടെ ലയമാണ് കല എന്നൊക്കെ പറയാറുണ്ടെങ്കിലും ഇന്ന് ഈ അടുത്ത കാലങ്ങളിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വളരെ വേദനിപ്പിക്കുന്ന കാഴ്ചകളാണ്. ഇപ്പോഴും ആ വർഗവർണ്ണ വ്യത്യാസങ്ങളൊക്കെ കലയിൽ കാണുന്നു. മോഹിനിയാട്ടവുമായി ബന്ധപ്പെട്ട് വളരെ വിഷമം തോന്നിയ വളരെയധികം വിഷമം തോന്നിയത്. അപ്പൊ ഞാൻ പറയുന്നത് കുച്ചിപ്പുടി എന്ന് പറയുന്ന നൃത്ത അത് കുച്ചിപ്പുടി ആണുങ്ങൾ മാത്രം ചെയ്തുകൊണ്ടിരുന്ന,
ഇന്ന് പെണ്ണുങ്ങളാണ് കൂടുതലും ചെയ്യുന്നത് അല്ലേ? അതെ 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 അതെ. അത് വരുന്നത് പെണ്ണുങ്ങളാണ് ഇന്ന് കുച്ചിപ്പുടി കൂടുതലും ചെയ്യുന്നത്, ആണുങ്ങളല്ല. അല്ല, ചേച്ചി കലാമണ്ഡലത്തിൽ ഉണ്ടായിരുന്നല്ലോ, അതെ. മോഹിനിയാട്ടം അവിടെ പഠിച്ച ആളാ. അതെ. അപ്പൊ ഈ മോഹിനിയാട്ടം പഠിക്കുന്നത് ഈ പെൺകുട്ടികൾക്ക് മാത്രമേ പാടുള്ളൂ എന്നും, അല്ലെങ്കിൽ ഈ ഭരതനാട്യം, അപ്പൊ അതിന് കഴിഞ്ഞൊരു ട്രോള് വന്ന പോലെ ഈ ഭരതനാട്യം ഈ ആണുങ്ങൾ കളിച്ചാൽ മതി, ഭരതനല്ലേ അതെ. ആ മോഹിനിയാട്ടം മോഹിനികൾ ആടിക്കോട്ടെ, നാടോടി നൃത്തം നാടോടികൾ ഡാൻസ് ചെയ്തോട്ടെ എന്ന് പറയുന്ന ഇതിലേക്ക് നമ്മുടെ KPSC-യിലെ ഈ ഒരു ജാതി വ്യവസ്ഥ അതങ്ങനെ കാണിച്ചിട്ടേ ഇല്ല ആരും. ഇപ്പോ കട്ടം പിടിക്കുന്നവരും അവരൊക്കെ ഇതാണെങ്കിലും അവിടെ ജോലിയൊക്കെ ചെയ്യുന്നവർ തന്നെ നമ്മളോടൊപ്പം ഇരുന്ന് നാടകത്തിൽ അഭിനയിക്കുകയും എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു കൂട്ടായ്മ അതാണ് സംസ്കാരത്തിന്റെ ഭാഗമാണ് ചേച്ചി. ഞാൻ പറഞ്ഞു വന്നത്, ഞാനൊക്കെ അവിടെ ചെല്ലുമ്പോൾ ഈ ഉപരിപഠനവും ഒക്കെ ഞാനിവിടെ നടത്തുന്ന സമയത്ത് തന്നെ നമ്മൾ അവിടെ ഇപ്പം അന്ന് ചട്ടന്റെ ചാർജ് വഹിക്കുന്ന കുട്ടപ്പൻ ചേട്ടനും ശങ്കരപ്പിള്ള ചേട്ടനും ഒക്കെ, അപ്പൊ ഇവർ രണ്ടുപേരും നല്ല ആർട്ടിസ്റ്റുകളാണ്. അതെ. ഭാസി സാർ ഇവരുടെ കഴിവുകൾ കണ്ടെത്തിക്കൊണ്ടാണ് പിന്നെ നല്ല നല്ല വേഷങ്ങൾ കൊടുത്തിട്ടുമുണ്ട്. അതില് ശങ്കരപ്പിള്ള ചേട്ടനൊക്കെ ഒരുപാട് സ്കോർ ചെയ്തിട്ടുണ്ട്. കൈയും തലയും പുറത്തിട്ട് നടത്തില്ല പോക്കറ്റ് അടിക്കാരന്റെ വേഷമൊക്കെ വളരെ ഗംഭീരമായിട്ട് എന്തെങ്കിലും ചെയ്യണ്ടായി. ഒരാളില്ലെങ്കിൽ ആരെങ്കിലും കയറ്റാൻ കഴിയും. കാരണം ഇവര് ഡയലോഗ്സ് എല്ലാം നല്ലവണ്ണം പഠിച്ചിട്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാത്രമല്ല എപ്പോഴും നമ്മളത് പഴക്കം കൊണ്ടും കൂടെ ഒരു അഭ്യസിച്ച് വരും. അങ്ങനെ വരുന്നവരാണ് ഈ ശങ്കരപ്പിള്ളയൊക്കെ. അല്ല, അതുപോലെ പിന്നെ എനിക്ക് തോന്നിയത്, ഞങ്ങളൊക്കെ ചെല്ലുമ്പോൾ ഞാൻ അന്നത്തെ ഒരു പുതിയ തലമുറ വന്നത് രാജ്കുമാറുണ്ട്, സുരേഷ് തോന്നിക്കൽ, ദീപനൊക്കെ പുതിയ തലമുറയിൽ വന്ന ആളുകളാണ്. അപ്പൊ ഞങ്ങളൊക്കെ വളരെ ചെറുപ്പക്കാരാ. അപ്പൊ ഞങ്ങളുടെ പരിപാടി എന്താന്ന് ചോദിച്ചാല് ഈ സെറ്റൊക്കെ ഇങ്ങനെ ചുമന്നുകൊണ്ട് പോകുമല്ലോ. സാധാരണ ഈ പ്രൊഫഷണൽ നാടകങ്ങളുടെ ഒരു കൾച്ചർ എന്ന് പറഞ്ഞാൽ ഈ ചുമക്കാൻ വരുന്ന ആളുകളുണ്ട്. ഏതാ ഈ സെറ്റ് വർക്കുകാരെ അങ്ങനെ കാണുന്നു, ലൈറ്റ് വർക്കുകാരെ അങ്ങനെ. ഇവിടെ അങ്ങനൊന്നുമില്ല. നമ്മൾ തന്നെ ഞങ്ങൾ പോകുന്ന ഭയങ്കര സന്തോഷമാണ്. ഞങ്ങൾ തന്നെ ഈ പിന്നെ ദൂരെ അങ്ങ് പിന്നെ വയലിന്റെ നടുക്കായിരിക്കുന്ന ആളുകൾ ആണെങ്കിലും അതെ, അന്നത്തെ കാലത്ത് കൂട്ടായ്മയുണ്ട്. മാറ്റി വെക്കാൻ നമ്മൾ മെയിൻ റോഡ് നമ്മൾ കരഞ്ഞ് അങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോഴും നമ്മൾ പോകുന്ന വഴിക്ക് എന്തെങ്കിലും എടുത്തുകൊണ്ട് അങ്ങ് പോവുക. KPSC-യുടെ ഒരു പ്രത്യേക സ്പിരിറ്റ് ആയിരുന്നു അതെല്ലാം. എല്ലാവരും കൂടെ ഒരുമിച്ച്. അതുകൊണ്ട് ഒരു വണ്ടിയിൽ, ഒരു ഫാർഗോ വണ്ടിയിൽ ഞങ്ങൾ നോർത്ത് ഇന്ത്യൻ ടൂർ കംപ്ലീറ്റ് ഈ ഒരു ഫാമിലിയിലെ ആൾക്കാർ എങ്ങനെയാണ് അതുപോലെ അത്രയധികം ഒരുമയോടെ സന്തോഷത്തോടെ കഴിഞ്ഞു. പിന്നെ വീടായ തട്ടിമുട്ടൊക്കെ ഇരിക്കുമെന്ന് പറഞ്ഞ പോലെ ഇടയ്ക്കൊക്കെ ചെറുതൊക്കെ ഉണ്ടാകും. ചിലർക്ക് എന്തെങ്കിലുമൊക്കെ കോമഡി പറയുമ്പോൾ ചിലർക്ക് രസിക്കില്ല, ഈ ഉറക്കളച്ചൊക്കെ ഇരിക്കും എന്നുള്ള അല്ലാണ്ട് ഒരു ശക്തമായ ഒരു വിദ്വേഷമുള്ള ഒരു പരാമർശങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ള ഒരു KPSC-യിൽ മാത്രമേ ഞാൻ സഹകരിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് എനിക്ക് അത് നന്നായിട്ട് അറിയുള്ളൂ. അല്ല, പക്ഷെ ഇന്ന് മറ്റീ നാടക സമിതികൾ എന്നൊക്കെ പറഞ്ഞു മാറുമ്പോഴും, കച്ചവട നാടകങ്ങൾ എന്നൊക്കെ പറയുമ്പോഴും ഈ നാടകത്തിനൊക്കെ ഒരു സന്ദേശം ഉണ്ടായിരുന്നു. കാരണം ഭാസി സാറിന്റെ നാടകങ്ങളെല്ലാം തന്നെ ആ കാലഘട്ടത്തിന് അനിവാര്യതയായിരുന്നു. പക്ഷെ ഇന്ന് നമ്മുടെ ഈ പ്രസ്ഥാനങ്ങളൊക്കെ തന്നെ, ഈവൻ നമ്മുടെ പ്രസ്ഥാനം എന്ന് പറയുന്നത് KPSC പോലും അത്തരത്തിൽ ഒരു പിന്നെ ജനകീയ മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കുന്ന തരത്തിലേക്ക്, അല്ലെങ്കിൽ അത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന തരത്തിലേക്ക് നാടകങ്ങൾ കൊണ്ടുവരേണ്ടിയിരിക്കുകയല്ലേ ഇപ്പൊ? അത്രയും എനിക്ക് തോന്നുന്നു പഴയ സംഭവങ്ങൾ പലതും എടുക്കുന്നു എന്നല്ലാതെ പുതിയതൊന്നും തന്നെ അതിന് അനുസൃതമായിട്ട് വരുന്നില്ല. ഒരു പക്ഷെ നല്ല എഴുത്തുകാരില്ലാത്തതിന്റെ കുറവായിരിക്കാം, അതൊരു പ്രശ്നമാണ്. പിന്നെ ഈ നാടകാനുഭവങ്ങൾ ചേച്ചി ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച അനുഭവങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ? എനിക്കങ്ങനെ വളരെ സന്തോഷം. കാരണം ഞാൻ അവിടുത്തെ ഒരു ആദ്യം വരുമ്പോൾ ഏറ്റവും വളരെ ചെറുത് ഞാനായിരുന്നു. ആ ഒരു പരിഗണന, അത് കഴിഞ്ഞ് നർത്തകിയും അഭിനേത്രിയും കൂടെ ആയപ്പോൾ അങ്ങനെ ഒരു പരിഗണന. അപ്പോൾ എല്ലാവർക്കും എന്നെ പറഞ്ഞില്ലേ, എല്ലാവരും നമ്മുടെ ചിലരൊക്കെ ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെ പറയും, എവിടെ ആ സുന്ദരി എവിടെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും. അതൊക്കെ ഇങ്ങനെ. അപ്പം ഞാൻ യഥാർത്ഥത്തിൽ എന്നെ അവരെല്ലാവരും വളരെ സൂക്ഷ്മതയോടെ കരുതലോടെ കൊണ്ടുവരുന്ന നമ്മുടെ അത് KPSC മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് എനിക്ക് തോന്നി. അത്രയധികം നല്ല സഹകരണവും ഒത്തൊരുമയും. എനിക്ക് ശ്രീ വന്നൊരു കാര്യം, 1996 എൻ്റെ വിവാഹം നടക്കുന്നത്. തലേ ദിവസം അന്ന് പരവൂർ കുറ്റിങ്ങൽ ക്ഷേത്രത്തില് അവിടെ മുടിയനായപുത്രനും അശ്വമേധവും ഈ 2 നാടകവും നമ്മൾ തന്നെ കളിക്കുന്നത്. നാടക സീസൺ ഇടയില്ലേ. ഈ നാടകം എല്ലാം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം കല്യാണം. ഒരു വല്ലാത്ത അനുഭവമാണ്. കാരണം തുടർന്ന് നമ്മൾ കണ്ണൂരേക്ക് പോവുക.
കണ്ണൂരാണെങ്കിൽ ഏതാണ്ട് 10-20 ദിവസം നമുക്ക് അടുപ്പിച്ച് പ്രോഗ്രാമാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ട് ഭാര്യയെ ശരിക്കും കാണാൻ കഴിഞ്ഞത് 28 ദിവസം കഴിഞ്ഞിട്ടാണ്. കാരണം ഈ കല്യാണം കഴിച്ചുകൊണ്ട് പോകുന്ന ദിവസം അന്ന് ഞങ്ങളുടെ നാട്ടിൽ ഉത്സവം കൂടിയാണ്. അപ്പം അന്ന് അച്ഛൻ്റെ സുഹൃത്ത്, അച്ഛൻ പഴയ ഗാഥികനാണ് RP പുത്തൂർ, അദ്ദേഹത്തിൻ്റെ സുഹൃത്താണ് കെടാമംഗലം സദാനന്ദ സാറൊക്കെ. അപ്പം അദ്ദേഹത്തിന് കഥാപ്രസംഗം കൂടിയുണ്ട് അവിടെ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് കല്യാണത്തിന് വരാൻ പറ്റില്ല, ഞാൻ രാത്രിയിൽ അങ്ങോട്ട് വരും. അപ്പം നമ്മളാണെങ്കിൽ ഉറക്കുളച്ചിങ്ങനെ എൻ്റെ അഭിനയിക്കുന്ന പോലെ താലിയെ കെട്ടി ഒക്കെ വരുന്നൊരവസ്ഥയാണ്. പിന്നീട് അങ്ങനെ ചർച്ച ചെയ്ത് വന്നപ്പോഴാണ് അന്ന് ഖാൻബായി ആണ് എൻ്റെ കൺവീനർ. ഖാൻബായി ജോൺസൺ മാഷും എല്ലാം കൂടെ പോറ്റി സാറും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, ഇവരെ ഹണിമൂൺ ട്രിപ്പ് KPS വണ്ടിയിലായിക്കോട്ടെ. അങ്ങനെ ഇവളെയും കൂട്ടിക്കൊണ്ട് ഞങ്ങൾ കുറേ പ്രോഗ്രാമിന് പോയി. പിന്നെ ഞാൻ പറഞ്ഞത്, അങ്ങനെ ഒരുപാട് അനുഭവങ്ങളുള്ള നമുക്ക് ഈ പറയുന്ന പോലെ ഈ കലയും കമലയും ഉണ്ടാകണമല്ലോ. ഈ പലപ്പോഴും നല്ല കലാകാരന്മാർക്ക് അതുണ്ടാവില്ല. അപ്പം ഇത്രയും കഷ്ടപ്പെടുന്ന ആ സമയത്ത് എനിക്ക് 70 രൂപ ശമ്പളം, ചേച്ചിക്ക് അതിലൊക്കെ കുറവായിരിക്കും, പക്ഷെ അതിന് വിലയുള്ള സമയമാണ്. അതെ, അത്രയും വിലയുള്ള അന്ന് സായിയേട്ടൻ പോകുന്നത് 72 രൂപയ്ക്കാണ് അന്ന്. അതിനുശേഷമൊക്കെ ഞങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഈ 70 രൂപ ശമ്പളം കിട്ടുമ്പോൾ നമുക്കൊരു അന്ന് ഒരു വലിയ സംഭവമാണത്. പക്ഷെ എങ്കിൽ പോലും നമ്മൾ ആലോചിക്കുക, ഇന്ന് ഏതെങ്കിലും യാതൊരു പ്രത്യേകിച്ച് ടാലൻ്റ് ഒന്നും ഇല്ലാത്ത ആളുകൾ ഈ ഏതെങ്കിലും കോമഡി സീനിലോ അല്ലെ ഇപ്പോൾ ഒത്തിരി ഇങ്ങനെയുള്ള ഈ ഒരു ചിരി ബമ്പർ ചിരി പോലുള്ള കുറേ പരിപാടികൾ ഇറങ്ങിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതൊന്നും മോശമാണെന്ന് ഞാൻ പറയല്ല. അവരൊക്കെ വരുമ്പോഴത്തേക്ക് സെലിബ്രിറ്റികളായിട്ട് മാറുക, അവരൊക്കെ വലിയ സംഭവങ്ങളായിട്ട് എനിക്ക് ചിരി വരാറുണ്ട്. കാരണം ഈ നമ്മളൊക്കെ അനുഷ്ഠാനപരമായിട്ട് ഇങ്ങനെ കൊണ്ടുവരുന്ന ഈ കലയിലൂടെ വന്ന ആളുകൾ അവർക്കൊന്നും ഒരു പ്രാധാന്യമൊന്നുമില്ല. ഈ പുതിയതായിട്ട് വരുന്ന ഇത്തരത്തിലുള്ള ആളുകളൊക്കെ വരുമ്പോൾ അവരെ വലിയ സംഭവങ്ങളായിട്ട് നമ്മൾ കാണുകയാണ്. അതൊരു ദുര്യോഗമാണ്. കാരണം അതൊരു പക്ഷേ നമ്മുടെ ഒരു സംസ്കാരത്തിന്റെ ഭാഗം കൂടിയാണത്. കാരണം ഈ വടക്കേ ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ ഈ അവിടെ ഒരു നടനോ നടിക്കോ കിട്ടുന്ന ഒരു അംഗീകാരം വളരെ വലുതാണ്. അവിടെ ഞാൻ ഓർമ്മിക്കുന്നു, പണ്ടൊക്കെ ഞങ്ങൾ അങ്കാർ നാടകങ്ങളൊക്കെ കാണുമ്പോഴൊക്കെ ആ സ്ഥിരം തിയേറ്ററിലൊക്കെ ആ ആളുകൾക്ക് അവരോടൊക്കെ ഉള്ള ഒരു ഇത്, അത് തമിഴ് നാടകങ്ങളിലും അങ്ങനെ തന്നെ. പക്ഷെ അത് അത്രയ്ക്ക് ഇല്ല നമ്മുടെ കേരളത്തില്. അല്ലാതെ ഈ അതിന്റെ സംഭവം എന്ന് പറഞ്ഞാല് നമ്മുടെ ഒരു നാടക കൾച്ചർ അങ്ങനെ ആയിപ്പോയി. നമ്മൾ കാണുന്ന പോലെ ഇപ്പോഴും 10,000-15,000 രൂപയ്ക്കും 20,000 രൂപയ്ക്കും നാടകം കളിക്കുന്ന സമിതികൾ ഇന്നുമുണ്ട്. ആ സമയത്താണ് ഒരു നവോത്ഥാനം എന്ന് പറയുന്ന നാടകം നമ്മളൊരു പരീക്ഷണാർത്ഥം നമ്മുടെ കേരളത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കുമെന്ന് പ്രതീക്ഷിച്ച നാടകമായിരുന്നു ഗാന്ധി ഭവൻ തിയേറ്റർ ഇന്ത്യ കൊണ്ടുവന്ന നാടകം. ഒരു മൾട്ടിമീഡിയയുടെ ശശികന്റെ പ്രാരംഭ കാലം തൊട്ടേ ഉണ്ട്. പക്ഷെ അത് ഈ പ്രേക്ഷകന്റെ ഇപ്പോഴും ആ ഒരു ആറ്റിറ്റ്യൂഡ് മാറിയിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഇന്നും ഈ ഒരുപക്ഷെ ഒരു നാടകത്തിൽ അഭിനയിക്കുന്ന ഒരാൾ, ഇപ്പം ഞാനൊരു നടൻ എന്ന നിലയിൽ നാടകം അഭിനയിക്കാൻ വേണ്ടി ഇന്ന് എനിക്കിപ്പോൾ തിരുവനന്തപുരത്താണ് പ്രോഗ്രാം. രാവിലെ തൊട്ട് നമ്മൾ ഒരുങ്ങി കെട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങി അവിടെ ചെന്ന് നാടകവും കളിച്ച് ഇതെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ നേരം വിളക്കും. തിരിച്ച് ഇയാൾ ബസ് കയറി വീട്ടിൽ വന്ന് അല്ലെങ്കിൽ പിന്നെ ബൈക്കിൽ എങ്ങനെയൊക്കെ ആയിക്കോട്ടെ ഒരു ദിവസം പോയിട്ട് വരുമ്പോൾ അയാൾക്ക് മാക്സിമം കിട്ടുന്ന 1,000-1,500 രൂപയാണ്. അവിടെയാണ് ഏറ്റവും വലിയ സങ്കടം. ഇതൊന്നുമില്ലാത്ത ആളുകൾ, നമ്മളത് സിനിമയെ മോശമായിട്ട് പറയല്ലേ, കാരണം ഈ എഡിറ്റിംഗ് ടേബിളിലാണ് സിനിമ ഉണ്ടാകുന്നത്, അല്ലേ ചേച്ചി? ശരിക്കും പറഞ്ഞാൽ ഇപ്പം നാടകത്തിന്റെ ഒരു സുഖം നമ്മൾ അഭിനയിച്ചുകൊണ്ടിരിക്കും. മുടിനാമത്തിനായിട്ട് എനിക്കത് ഭയങ്കരമായിട്ട് വേദന വന്ന ഒരുപാട് സന്ദർഭങ്ങളുണ്ട്. ഇയാളെ തൂക്കിക്കൊല്ലാൻ വിധിക്കുന്ന ഒരു സീനൊക്കെ ഉണ്ട്. തൂക്കിക്കൊല്ലാൻ വേണ്ടി അവസാനം അമ്മയൊക്കെ വന്ന് കാണുന്ന സീനൊക്കെ ഉണ്ട്. അമ്മയൊക്കെ വരുന്ന സമയത്ത് ഇയാള് മുടിനാമത്രൻ ഗദ്ഗത കണ്ടതായിട്ട് ഇങ്ങനെ പറയുന്ന സംഭവങ്ങളും, എൻ്റെ അച്ഛൻ എന്നെ തല്ലിയിട്ടുണ്ട്, ഞാൻ കരഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുന്ന മറ്റേ ചാത്തനോട് പറയുന്നതും, ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഇത് കാണുന്ന പ്രേക്ഷകർ നിന്ന് കരയും. അപ്പൊ നമ്മൾ പോലും അറിയാതെ ലയിച്ചാ പോകുന്നത്. പക്ഷെ സിനിമയിൽ അതുണ്ടാകുന്നില്ല. പക്ഷെ എന്തുകൊണ്ടോ ഈ അപ്രപാളിയിലേക്കുള്ള ഒരു അഭിനിവേശം, അത് ഈ കലയുടെ ഈ സംസ്കരണത്തെ കുറിച്ചൊക്കെ നമ്മൾ പറയുമ്പോഴും അത്തരത്തിലുള്ള മാറ്റം ഉണ്ടാക്കിയെടുക്കുന്ന തരത്തിലുള്ള നല്ല നാടക സങ്കേതങ്ങൾ കേരളത്തിലില്ല എന്നുള്ളത് സങ്കടം. ഒത്തിരി പ്രവർത്തകരൊക്കെ ഉണ്ട്. ഇപ്പൊ തന്നെ തെരുവ് നാടകങ്ങൾ ചെയ്യുന്നു. അതെന്താ ചെയ്യുന്നതെന്ന് തന്നെ ചില എന്താണ് ഈ പുതിയ നാടക കൾച്ചർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല പല പരീക്ഷണങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ചിലയിടങ്ങളിലൊക്കെ അത് വിജയിക്കുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ടോ നമുക്ക് ആ ഒരു കൾച്ചർ ഉണ്ടാക്കിയെടുക്കാൻ നമുക്കിപ്പോഴും കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വളരെ വിഷമകരമായ ഒരു സത്യം കൂടിയാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചേച്ചി ഇപ്പം ഈ ബംഗാളിലും നമ്മുടെ വടക്കേ ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ അവിടെ ഒരു സിനിമ നാടകത്തിൽ അഭിനയിക്കണമെന്നുണ്ടെങ്കിൽ ഒത്തിരി നാളുകൾക്ക് മുമ്പേ പ്രയത്നിക്കണം. ഇയാൾക്ക് അഭിനയിക്കാൻ ചാൻസ് കിട്ടണമെങ്കിൽ അവിടെ ടിക്കറ്റിന് ഭയങ്കര ഡിമാൻഡ്. അപ്പൊ ഇത് ഈ നാടക കൾച്ചറിനെ കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ ഈ സംസ്കാരത്തെ കുറിച്ചൊക്കെ നമ്മൾ പറയുമ്പോഴും ഒരുപാട് മാറ്റങ്ങൾ ഇനിയും ഉണ്ടാകേണ്ടിയിരിക്കുന്നുള്ളതാണ് സത്യം, അല്ലേ? ചേച്ചിക്ക് കാണാൻ ഒരുപാട് ഈ പറഞ്ഞ പോലുള്ള കാഴ്ചപ്പാടുകൾ ഉണ്ടാവും.
കാരണം സിനിമയിൽ കിട്ടിയ, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു KPSC ലീല എന്ന് പറയുന്ന ഒരു ആക്ട്രസ് നാടകത്തിൽ വലിയ പ്രതിഭയായിരുന്നു എന്നൊക്കെ പഴയ തലമുറയ്ക്ക് അറിയാവുന്ന പോലെ പുതിയ തലമുറയ്ക്ക് അറിയില്ല. അറിയില്ല. എന്നാൽ ഒരു സിനിമ വന്നപ്പോഴത്തേക്കിന് അതിന് സിനിമയിൽ അഭിനയിച്ച ഇന്നാള് അതെ. NN പിള്ള എന്ന് പറയുന്ന വലിയ അതുല്യ കലാകാരൻ. അതെ, അതെ. അദ്ദേഹത്തിന്റെ അവസാന നാടകത്തിൽ ഞാൻ അഭിനയിച്ച ആളാണ്, മനുഷ്യന്റെ മാനിഫെസ്റ്റോ. അപ്പോ പിള്ളയുടെ നാടകം NN പിള്ള ആരാണെന്ന് ഈ തലമുറയോട് ചോദിച്ചു കഴിഞ്ഞാൽ അവര് പറയും, ഞാൻ മഴകളോടോ ഇത് പറയുന്ന 500 എന്ന് പറയുന്ന കഥാപാത്രം. അത് നമ്മൾ മനസ്സിലാക്കി വരും. അതാണ് സിനിമയുടെ ഒരു പ്രത്യേകതയാണത്. പക്ഷെ എങ്കിൽ പോലും നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ഒരു തരത്തിലേക്ക് നമ്മുടെ ഒരു സംസ്കാരം വളർത്തിയെടുക്കുന്ന രീതിയിലേക്ക് നമ്മുടെ ഈ അഭിരുചി മാറ്റിയെടുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നുള്ള സത്യമാണ്. അതിന് ഈ നാടക പ്രവർത്തകരൊക്കെ അതിനുവേണ്ടി അശ്രാന്ത പരിശ്രമം നടത്തേണ്ടതായിട്ടുമുണ്ട്. കാരണം ഈ ഇത്രയും കഷ്ടപ്പെടുന്ന ആളുകൾക്ക് നല്ല റെമ്യൂണറേഷൻ കിട്ടണം. അതുപോലെ ഈ നമ്മുടെ സ്കൂൾ തലങ്ങളിലൊക്കെ തന്നെ, സ്കൂൾ കലാലയങ്ങളിലൊക്കെ തന്നെ ഈ നാടക പരിശീലനം പോലുള്ള കലകളൊക്കെ പരിശീലിപ്പിക്കുന്ന വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ്. കാരണം വളരെ കഴിവുള്ള കുട്ടികളുണ്ട് സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ. അവിടെ തന്നെ ഈ നാടകത്തെക്കുറിച്ച് പഠിക്കാനുള്ള അവസരങ്ങൾ ഒരുക്കുക എന്ന് പറയുന്നത് ഒരു നല്ല കാര്യമാണത്. ആ കുട്ടികൾക്കത് വളരെ പ്രയോജനപ്പെടും. പല കുട്ടികളും വെറുതെ ക്ലാസ്സിൽ, സ്കൂളിൽ അവരുടെ ആനിവേഴ്സറിക്കൊക്കെ നാടകങ്ങൾ വളരെ പ്രതിഭകളായിട്ടുള്ള കുട്ടികളെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പഠന സൗകര്യം ഉണ്ടാക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. അല്ലാതെ അത് വളരെ പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇപ്പൊ സാധാരണ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച, ഇപ്പൊ ഇൻഡിവിജ്വൽ മത്സരങ്ങൾ, ഇപ്പൊ പാട്ടുണ്ട്, ഡാൻസ് ഉണ്ട്, അങ്ങനെയുള്ള കലാരൂപങ്ങളൊക്കെ ഉണ്ടെങ്കിലും നാടകം ഒരു കൂട്ടായ്മയുടെ കലയാണ്. അപ്പൊ അതിനകത്ത് പാട്ടുണ്ട്, അഭിനയമുണ്ട്, ചിത്രകലയുണ്ട്, ഈ പറഞ്ഞ പോലെ ഇതെല്ലാം കൂടെ സമഞ്ജസമായി സമ്മേളിക്കുന്ന കലാരൂപമാണ്. അപ്പോൾ അവിടെ ഈ കൂട്ടായ്മ സുദൃഢമാകുമ്പോഴാണ് നമ്മുടെ ഈ കുഞ്ഞുങ്ങളൊക്കെ തന്നെ, മുൻപ് ഞാൻ പറഞ്ഞിട്ടുള്ള പല വേദികളും പറഞ്ഞൊരു സംഗതി കൂടിയാണ്, 1 ചൈൽഡ് 1 ആർട്ട്. ഒരു കുട്ടി ഒരു കലയെങ്കിലും പഠിക്കുമ്പോഴേക്ക് അവൻ്റെ മനസ്സിലുണ്ടാകുന്ന അവൻ്റെ ലഹരി എന്ന് പറഞ്ഞ കലയാകണം. അത്തരത്തിലേക്ക് അതിന് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളൊരു കലാരൂപം നാടകമാണ്. അപ്പോൾ ഈ നാടക ദിനത്തിൽ ഇത്തരം നല്ല ചിന്തകൾ നമ്മളിങ്ങനെ കുറേ കാര്യങ്ങൾ അതിൽ പറഞ്ഞിട്ടുള്ളതാണെങ്കിൽ കൂടി ഇങ്ങനെയുള്ളൊരു വലിയ ഒരു പ്രതിഭാധനയായ ഈ അഭിനയ മുത്തശ്ശിന്നോ, അല്ലെങ്കിൽ എന്താണ് മുത്തശ്ശി പറയാൻ പറ്റില്ല, എപ്പോഴും ചേച്ചിയുള്ള ചെറുപ്പമായിട്ടാണ് തോന്നുന്നത്. പ്രായം സപ്തതി ഒക്കെ കഴിഞ്ഞു, നവതിയുടെ വക്കിലെത്തി നിൽക്കുകയാണെന്നറിയാം. പക്ഷെ എങ്കിൽ പോലും ഇന്ന് പ്രസരിപ്പുള്ള ഒരു മുഖത്തോടുകൂടി ഇരിക്കാൻ കഴിയുന്നത് ഈ കലയുടെ എന്താ പറയുക, ദൈവികമായ അംശം ഉണ്ടായത് കൊണ്ടാണ്. കലാകാരൻ എപ്പോഴും അങ്ങനെയാണ്, നിറഞ്ഞ ചിരിയുള്ള, മനസ്സോടെ ചിരിക്കാനും കഴിയുന്ന കലാകാരനെ കഴിയുള്ളൂ, അല്ലേ? അതുകൊണ്ടാണ് പല രാഷ്ട്രീയക്കാർക്ക് ചിരിക്കാൻ അറിയാത്തത്. ചിലപ്പോൾ ചിരിച്ചു കഴിഞ്ഞാൽ കൊലശ്ശേരിയായി മാറുന്നു, അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് കലാകാരന് അതിൻ്റെതായ ദൗത്യമുണ്ട്. കലയുടെ കലാകാരന്റെ ഹൃദയം കുറച്ചുകൂടെ ലോലമാണ്, അല്ലേ? അതെ. പക്ഷെ ഇതില് ക്രിമിനൽസ് ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. അതെ അതെ. അവരുടെ ഹൃദയം, കാരണം ഇപ്പൊ ഒരു സീൻ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന അവൻ പെട്ടെന്ന് കരയേണ്ടി വരുന്നത് ആ ലോല ഹൃദയത്തിന്റെ ഒരു ഭാഗമാണ് കഴിയുന്നത്. അതെ അതെ അതെ. എനിക്ക് തോന്നുന്നത് ഈ അശ്വമേധ നാടകം കളിക്കുന്നത്, അതോട് പറഞ്ഞാൽ എൻ്റെ പെട്ടെന്ന് ഞാൻ അവസാനിപ്പിക്കുക. കാരണം മറ്റൊന്നുമല്ല, അശ്വമേധം നാടകം നമ്മളൊരിക്കൽ നൂറിനാട് ലെപ്രസി സാൻഡ്രോത്ത് ബന്ധപ്പെട്ട നാടകമാണത്. ഈ ലെപ്രസി സാൻഡ്രോത്ത് കളിക്കുന്ന സമയത്ത് അന്ന് കുഷ്ഠരോഗി ഗോവിന്ദനായിട്ട് അഭിനയിക്കുന്നത് ജോൺസൺ മാഷാണ്, സരോജായിട്ട് അഭിനയിക്കുന്നത് ശാന്തേച്ചിയാണ്. പക്ഷെ രണ്ടുപേരും തകർത്ത് അഭിനയിക്കുകയാണ്. പിന്നെ ഈ പാട്ടുള്ള തലയ്ക്ക് മീതെ, ആ പാട്ട് എഴുതുമ്പോൾ പിന്നെ അമ്മ വീട്ടിൽ വന്ന് പാടാറുള്ള ആ പാട്ടില്ലേ, അതുകൊണ്ട് എനിക്കൊന്ന് കേൾക്കണം, അമ്മ ഇവിടെ നിന്ന് പാടുമോ എന്ന് പറയുമ്പോൾ രണ്ടുപേരോട് ഇങ്ങനെ പാടുകയാണ്. സത്യം പറഞ്ഞാൽ രണ്ടുപേരും പാടി ഇങ്ങനെ കണ്ണുനീർ ഒഴുകുകയാണ്, ഒരു ഗ്ലിസറിനും ചേർക്കുന്നില്ല. മരണം വാതിൽ മഞ്ചലുമായി വന്നു നിൽക്കുമ്പോ, മരണം വാതിൽ മഞ്ചലുമായി വന്നു നിൽക്കുമ്പോൾ, ചിറകടിച്ചെൻകൂട് തകരും നേരം ജീവജലം തരുമോ, ജീവജലം തരുമോ, തലയ്ക്കുമീതെ ശൂന്യാകാശം, താഴെ മരുഭൂമി,
തപസ്സു ചെയ്യും വേഴാമ്പൽ ഞാൻ ദാഹജലം തരുമോ, ദാഹജലം തരുമോ. ഈ പാട്ട് കഴിയുന്ന സമയത്താണ് ഇയാൾ ഷൗട്ട് ചെയ്യണം. ഡോക്ടർ തോമസ് പുസ്തകത്ത് കിട്ടിങ്ങനെ ഇത് കണ്ടിട്ട് ഇങ്ങനെ ചാടി വന്നു വേണം, നീ എന്തിനോടെ വന്നു എന്ന് പറഞ്ഞ് ഷൗട്ട് ചെയ്യാൻ സീന. ഞാനൊരു സീൻ ഇത് കണ്ട് എന്റെ കണ്ണങ്ങ് നിറഞ്ഞു പോയി. ഷൗട്ട് ചെയ്യാൻ മറന്നു, ആ സീൻ കയറാൻ മറന്നുപോയി. അതൊരു നിസ്സാരപ്പെട്ട കാര്യമല്ല. കാരണം അതാണ് ഈ നാടകത്തിന്റെ ഒരു പ്രത്യേകത ഇത് തന്നെ അല്ലേ. നമ്മൾ പോലും അറിയാൻ കുറേ സമയം നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു ദിവസം മുഴുവൻ കളഞ്ഞിട്ട് നമ്മൾ ഇതിനു വേണ്ടി അഭിനയിക്കാൻ 2 മണിക്കൂറോ അല്ലെ 1.5 മണിക്കൂറോ അഭിനയിക്കാൻ വേണ്ടി പോകുമ്പോൾ അവിടെ നിൽക്കുന്ന ആ തട്ടകത്തിൽ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആത്മനിർവൃതി അത് നാടകത്തിലൂടെ കിട്ടും. അപ്പൊ ഈ നാടക കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് നാടക ദിനത്തോടനുബന്ധിച്ച്, കാരണം നാടകത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ചൊക്കെ നമ്മളിതിൽ പറയുകയുണ്ടായി. ചേച്ചി പറഞ്ഞ പോലെ നമ്മുടെ ഈ പുതിയ തലമുറയ്ക്ക് ഇത് പഠിച്ചു വരേണ്ടതായിട്ടുണ്ട്. അവരെ അങ്ങോട്ട് വെറുതെ പഠിച്ചിട്ട് മാത്രം കാര്യമില്ല. അവർ പഠിക്കുന്ന വെറും കരിക്കുലങ്ങൾ എന്തൊക്കെയോ പഠിച്ചു വയ്ക്കുകയാണ്. A+ B+ ഒക്കെ പഠിച്ചിട്ടൊന്നും അവന് ജീവിതത്തിലേക്ക് എത്രമാത്രം പകർത്താൻ കഴിയും എന്നുള്ള ചോദ്യം അവശേഷിക്കുന്ന കാലഘട്ടത്തിൽ അവൻ നല്ല മനുഷ്യനാകണമെങ്കിൽ അവൻ കലയുടെ അംശം ഉണ്ടാകണം. അതിന് പ്രത്യേകിച്ച് ഈ നാടകം എന്ന് പറയുന്ന ഈ സമഞ്ജസ കലാരൂപത്തിന് കഴിയും. അപ്പോൾ ഇന്നത്തെ ഈ ദിവസം ഞങ്ങൾക്കൊക്കെ ഉള്ള സന്തോഷം പകരുന്നൊരു കാഴ്ച, ചേച്ചിയെ പോലെയുള്ള അനുഭവ സമ്പത്തിൻ്റെ ഒരു വലിയ വാത്മീകം. അപ്പോൾ അങ്ങനെയുള്ള ലീല ചേച്ചി, KPSC ലീല എന്ന് പറയുന്ന നമ്മുടെ നാടിനും മാത്രമല്ല മലയാള നാടകവേദിക്ക് തന്നെ അഭിമാനമായിട്ടുള്ള ചേച്ചിക്ക് ഈ സന്ദേശം എന്താണ് പറയാനുള്ളത്? നമുക്ക് ഈ നാടക ദിനത്തിൽ ഒരു സന്ദേശം നൽകുവാൻ. കൂടുതൽ പേര് നല്ല അഭിനയശേഷിയുള്ളവർ രംഗത്തേക്ക് വരണം, അവരെ പ്രോത്സാഹിപ്പിക്കണം, അവർക്ക് അതിനുള്ള സാഹചര്യങ്ങളെല്ലാം ഒരുക്കണം. എല്ലാ തലത്തിലും അവർക്ക് അത് പകർന്നു കൊടുക്കാനും നല്ല നല്ല കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാനുള്ള കഴിവും ഒക്കെ അവരെ പഠിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമാണ്. കല മനസ്സിലുള്ളവർക്ക് അവർ കുറെ കൂടെ ഒതുക്കമുള്ള ഒരു സ്നേഹത്തിന്റെ അവസ്ഥയിലേക്ക് അവർ വരും. അതെ, സ്നേഹത്തിന്റെ അവസ്ഥയിലേക്കാണ് അവരെത്തുന്നതെന്നാണ് എൻ്റെ വിശ്വാസം.